ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് തൃശ്ശൂരിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡൈനിങ് സ്പോട്ടായ റോയൽ റെസ്റ്റോറന്റ് ആൻഡ് കേറ്ററേഴ്സിൽ. എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ, ഏതൊരു ട്രെൻഡിങ് ഡിഷ് വന്നാലും അത് എത്രയും പെട്ടെന്ന് ഇവരുടെ മെനുവിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇന്ന് ഇവിടെ കുറച്ച് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾ ആര് വന്നാലും ആ നിറപുഞ്ചിരിയോടുകൂടി നമ്മളെ സ്വീകരിച്ചിരുത്താൻ വേണ്ടി ഇവരുടെ റെസ്റ്റോറന്റ് മാനേജറായ അൽത്താഫ് ഭായും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സ്റ്റാഫും ആര് വന്നാലും അവരോട് അടുത്ത് ചെന്ന് എന്തൊക്കെ വേണം, എങ്ങനെ വേണം, കഴിച്ചതൊക്കെ നല്ലതാണോ എന്നെല്ലാം അന്വേഷിച്ച് ശരിക്കും നമ്മളെ മേക്ക് യു ഫീൽ അറ്റ് ഹോം എന്ന് പറയില്ലേ, അതേപോലെയാണ് എല്ലാരും ട്രീറ്റ് ചെയ്യുക. എന്നോട് ഒരുപാട് പേര് ഇവരുടെ കിച്ചൺ കാണണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ ഇന്നൊരു കിച്ചൺ വിസിറ്റും കൂടി നമ്മൾ നടത്തുന്നുണ്ട്. ശരിക്കും ഈ കിച്ചൺ കണ്ടാൽ പറയില്ല 2 or 3 ആനിവേഴ്സറി കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിന്റെ കിച്ചൺ ആണെന്ന്. അത്രയ്ക്കും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് ഇവരുടെ കുറച്ച് ന്യൂലി ലോഞ്ച് സ്പെഷ്യൽ ഡിഷസിന്റെ പ്രിപ്പറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും ഇത് കപ്പ കൊണ്ടുണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന്. യെസ്, അപ്പൊ ഇതാണ് ഇവരുടെ പാൽക്കപ്പ ബീഫ് ഐറ്റം. അപ്പൊ ഈ ഒരു ട്രെൻഡിങ് ആൻഡ് ടെംപ്റ്റിംഗ് ഡിഷിന്റെ പ്രിപ്പറേഷൻ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള ആ കിഡിലൻ ബീഫ് ഗ്രേവിയാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ബീഫ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ സ്പെഷ്യൽ സ്റ്റൈലിൽ ഒരു ഓംലെറ്റും കൂടി ആയാൽ ഇവരുടെ കിഡിലൻ പാൽക്കപ്പ ബീഫ് സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്തൊരു ഐറ്റം എന്താണെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പൊറോട്ട ഐറ്റം ആണെന്ന്. പക്ഷേ ഇത് സാധാ പൊറോട്ട അല്ല, ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയ നൂൽ പൊറോട്ടയുടെ പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു നൂൽ പൊറോട്ട ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ കട്ടർ കൊണ്ട് വരഞ്ഞിട്ട് കുറച്ച് നൂലിങ്ങനെ കൂട്ടിപ്പിടിച്ച് അത് ചുരുട്ടി വെച്ച് ബോള് പോലെ ആക്കി പിന്നെ അത് പരത്തി അത് നേരെ കല്ലിൽ കൊണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നേരം പൊറോട്ട മറിച്ചും തിരിച്ചും ഇട്ട് ചുട്ടെടുത്ത് അത് ടേബിളിൽ വെച്ച് 2-3 അടി അടിച്ച നമ്മുടെ കിഡിലൻ നൂൽ പൊറോട്ട റെഡി. അടുത്തത് ഒരു ഫിഷ് ഐറ്റം ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള ആ ഒരു കിങ് ഫിഷ് മാരിനേറ്റ് ചെയ്ത് കല്ലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതും ചട്ടിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. വാഴയിലയൊക്കെ വെച്ചിട്ട് അതിലേക്ക് തേങ്ങാപ്പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുളകും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തവ ചെയ്തെടുത്ത ആ ഫിഷ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതും കാണുമ്പോൾ നമുക്ക് വേറൊരു ഡിഷ് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷെഫ് പിള്ള ഫേമസ് ആക്കിയിട്ടുള്ള ഫിഷ് നിർവാണ, അതിന്റെ റോയൽ വേർഷനാണ് ഈ കാണുന്നത്. നല്ല ഒരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ട് ഇതൊക്കെ ഇതിലേക്ക് ഇടുമ്പോൾ. പിന്നെ കുറച്ചും കൂടി ചൂടാകുമ്പോൾ കടുകും മുളകും താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫിഷ് നിർവാണ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അതിന്റെ മുകളിൽ തക്കാളിയുടെ സ്ലൈസസ് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഒരു പൊറോട്ട ഐറ്റം ആണ്. അപ്പൊ അതിലേക്കുള്ള ഗ്രേവിയുടെ പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത്. അപ്പൊ ആദ്യം കുറച്ച് ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു അരോമ വരുന്നുണ്ടായിരുന്നു. ശരിക്കും വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം മസാല ചിക്കൻ കറി പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ആ ഒരു റിച്ച്നെസ് കിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ വാഴയിലയിൽ ഒരു കോയിൻ പൊറോട്ട വെച്ച് അതിന്റെ മുകളിൽ ഈ ചിക്കൻ കറി ഒഴിച്ച് ഫസ്റ്റ് ലെയർ സെറ്റാക്കി അതിന്റെ മുകളിൽ പൊറോട്ട വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് വരുന്നത് ഒരു ബീഫ് കറിയാണ്. ആഹാ, അപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു കിഡിലൻ കിഴി പൊറോട്ട ആവാനാണ് സാധ്യത. അതിന്റെ മുകളിലും ഒരു പൊറോട്ട വെച്ച് അതിന്റെ മുകളിൽ ഒരു ഓംലെറ്റും വെച്ച് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ച് അലങ്കരിച്ച് അതൊരു കിഴിയാക്കി പിന്നെ അത് ചെറുതായിട്ടൊന്ന് കെട്ടി ഫോയിൽ പേപ്പറിൽ നന്നായി പൊതിഞ്ഞുകൊണ്ട് അത് നേരെ ഇവരുടെ കല്ലിൽ കൊണ്ടുവച്ച് ചൂടാക്കുന്നതാണ് കണ്ടത്. അപ്പൊ അങ്ങനെ ഇവരുടെ സ്പെഷ്യൽ കിഴി പൊറോട്ടയും തയ്യാറായി കഴിഞ്ഞു. അപ്പൊ അടുത്ത ഐറ്റം ഇവരുടെ വളരെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ അതിലേക്കുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു
യമണ്ടൻ സംഭവമാണ്. അപ്പൊ നമുക്കിത് എന്താണെന്ന് കാണാം. ആദ്യം തന്നെ ഒരു കിഡിലൻ സ്പൈസി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. അതിലേക്ക് ലേശം മസാലയൊക്കെ ഒഴിച്ച് നന്നായി ചൂടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാറ്റഗറീസിനും സ്പെഷ്യൽ ഷെഫ്സ് ആണ്. ഇവരുടെ ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുന്ന ഷെഫാണ് ഇദ്ദേഹം. അപ്പൊ നമുക്ക് ഇവരെന്താണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ലൊരു സ്പൈസി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്, കണ്ടാൽ അറിയാം. അപ്പൊ അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഗ്രേവിയിലേക്ക് ചിക്കൻ ടിക്ക ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ട്. അടുത്തൊരു ഐറ്റം ഉണ്ടാക്കാൻ ഇവർ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ ഒരു ഫ്രൈഡ് റൈസിന്റെ പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിലേക്കുള്ള വളരെ സെലക്റ്റീവ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നന്നായി ഫ്രൈ ചെയ്ത് ഒരു യെല്ലോയിഷ് കളർ ആവുമ്പോൾ അതിലേക്ക് നല്ല ലോങ് വൈറ്റ് റൈസ് ഇട്ട് മിക്സ് ചെയ്ത് പിന്നെയും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ ഒരു ടിപ്പിക്കൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് കിട്ടാൻ. പിന്നെ ഇതിലേക്ക് പല ടൈപ്പ് സ്പൈസസ് ഇടുന്നുണ്ട്. പിന്നെ ഗ്രേറ്റഡ് ചിക്കൻ പീസസ് ഇടുന്നുണ്ട്. വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഒരു കിഡിലൻ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ അതൊരു ചെറിയ ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം അത് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ക്യാപ്സിക്കം വരുന്നുണ്ട്, അണിയൻസ് വരുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കുറച്ചു നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മസാലയുടെ മിക്സും അതേപോലെ സോയ സോസ് ഒക്കെ ഒഴിച്ച് കുറച്ച് സെലക്റ്റീവ് സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ട് വീണ്ടും നന്നായി ഫ്രൈ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം ഹീറ്റ് ചെയ്തതിനു ശേഷം അതിലേക്ക് സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് സെസമെ സീഡ്സ് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല ഫ്രൈഡ് ക്രിസ്പി ചിക്കൻ സ്ട്രിപ്സ് ഇട്ട് വീണ്ടും ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതെന്താണ് സംഗതി എന്ന്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഹണി, നല്ല ഫൈൻ ബ്രാൻഡ് ഹണി ഒഴിച്ചിട്ട്, അപ്പൊ ഇതാണ് ഹണി ഗ്ലേസ് ചിക്കൻ. വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്ലേറ്റ് എടുത്തപ്പോ നമുക്ക് മനസ്സിലായി ഇത് എന്താ സംഗതി എന്ന്. അപ്പൊ ഇതാണ് ഇവരുടെ സിസ്ലർ ഐറ്റം. ഇവരുടെ ഒരു യമണ്ടൻ ചിക്കൻ സിസ്ലർ ആണ്. അപ്പൊ ആ സിസ്ലർ പ്ലേറ്റ് ചൂടാക്കി ക്യാബേജിന്റെ വലിയ 4 ലീവ്സ് ഒക്കെ വെച്ച് അതിലേക്ക് ആദ്യം തന്നെ ഇവരുടെ ആ ബോൾ ഓഫ് റൈസ് കമഴ്ത്തി വെക്കുന്നുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ചിക്കൻ ടിക്ക ഗ്രേവി വെക്കുന്നുണ്ട്. പിന്നെ തൊട്ട് അപ്പുറത്ത് ഇവരുടെ ഹണി ഗ്ലേസ് ചിക്കനും വെക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെതറിയിട്ടുള്ള ഒരു കിഡിലൻ സിസ്ലർ ഐറ്റം ആണ്. ഇത്രയ്ക്കധികം ഫില്ലിംഗ് ഒരു സിസ്ലർ പ്ലേറ്റിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും വളരെ ടെംപ്റ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടി വെച്ചു കൊടുത്ത ആ ഒരു സിസ്ലിംഗ് സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് ചിക്കൻ സിസ്ലർ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ മെനുവിലുള്ള എല്ലാ ഐറ്റംസും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇവരുടെ മെനുവിലുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചെറിയ സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നല്ല ടെംപ്റ്റിംഗ് പ്രസന്റേഷൻ ആണ് എല്ലാ ഫുഡ് ഐറ്റംസിനും. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ ഇവരുടെ ഫിഷ് നിർവാണ ആൻഡ് നൂൽ പൊറോട്ടയിൽ നിന്നും തുടങ്ങാം. അപ്പൊ ഈ ഒരു പെർഫെക്റ്റ് കോംബോ ഡിഷിനുള്ള റേറ്റ് ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇനി പൊറോട്ട വേണ്ടെന്ന് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന്റെ കൂടെ ഓർഡർ ചെയ്യാം. നല്ല കഴമ്പുള്ള തവ ഗ്രിൽഡ് കിങ് ഫിഷ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ക്രീമി ഗ്രേവിയില് ഇവരുടെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി നൂൽ പൊറോട്ട കൂട്ടി നമുക്ക് കഴിച്ചു തുടങ്ങാം. ആഹാ, നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ. അതായത് ഒരു സൂപ്പർ ഫിഷ് നിർവാണ തന്നെയാണ്. അതായത് ഒറിജിനൽ ഫിഷ് നിർവാണ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സ്പൈസി വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും സ്പൈസി ഫുഡ് ലവേഴ്സിന് ഈ ഒരു വേർഷൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അടുത്തത് നമുക്ക് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പ ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഇവരുടെ വേർഷൻ ആകുമ്പോൾ നല്ല കളർഫുൾ വേർഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആഹാ, കൊള്ളാം. നല്ല ഉഗ്രൻ പാൽക്കപ്പ ബീഫ്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കപ്പ ഫാനേ അല്ല, പക്ഷെ ഇവിടെ ഈ ഒരു പാൽക്കപ്പയും ബീഫും അതിന്റെ കൂടെ ഓംലെറ്റും ഒരു കിഡിലൻ കോമ്പിനേഷൻ തന്നെയായിരുന്നു. അതായത് വായിലെടുത്ത് വെച്ചപ്പോൾ ശരിക്കും അങ്ങോട്ട് മെൽറ്റായി പോയി.
പിന്നെ നമ്മൾ ട്രൈ ചെയ്തതാണ് ഇവരുടെ ഈ ഫുള്ളി ഫിൽഡ് ചിക്കൻ സിസ്ലർ. ഈ ഒരു റേറ്റിന് ഇത്രയും നല്ലൊരു ഫില്ലിംഗ് ഉള്ള ഒരു സിസ്ലർ ഡിഷ് ഞാൻ ഈ അടുത്തൊന്നും എവിടെ നിന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആദ്യം ചിക്കൻ ടിക്ക ഗ്രേവി കൂട്ടി കുറച്ച് റൈസ് ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല സ്പൈസി ഫ്ലേവർ ആണ്. ഇനി അവരുടെ ആ ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ ആ ഹണി ഗ്ലേസ് ചിക്കൻ അവരുടെ റൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. സിസ്ലർ ലവേഴ്സിന് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അടുത്തതാണ് മോനെ ഇവരുടെ കിഴി പൊറോട്ട, അതും മിക്സഡ് കിഴി പൊറോട്ട. ആ കിഴി തുറക്കുമ്പോൾ തന്നെ ആ ഒരു നാടൻ ചിക്കൻ കറിയുടെയും അതേപോലെ നാടൻ ബീഫ് കറിയുടെ ഒക്കെ ആ ഒരു ഫ്രേഗ്രന്റ് അരോമ ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. പിന്നെ പൊറോട്ട ഒക്കെ നല്ല കുതിർന്നിരിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഓംലെറ്റും കൂടി ആവുമ്പോ പറയണ്ട. അപ്പൊ നമുക്ക് പൊറോട്ടയുടെ കൂടെ കുറച്ച് ചിക്കൻ പീസും ബീഫും മുട്ടയും ഒക്കെ കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, അടിപൊളി കിഴി പൊറോട്ട. അത് ആ മിക്സഡ് കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ഒരു കിഴി പൊറോട്ട ഫാൻ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നെ ഓർഡർ ചെയ്തതാണ് ഇവരുടെ മെനുവിലെ കുറച്ച് സ്പെഷ്യൽ ബിരിയാണീസ്. അതായത് ഒരുവിധം കസ്റ്റമേഴ്സ് എല്ലാം ഇവരുടെ നോർമൽ ബിരിയാണീസ് ആവും കഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ ചട്ടി ബിരിയാണി. ശരിക്കും ഒരു കളർഫുൾ ബിരിയാണി തന്നെയാണെന്ന് പറയാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ നല്ല മസാലയുള്ള ചിക്കൻ പീസസ് ആണ്. പിന്നെ ഇതിൽ മല്ലിയിലയും അനാറും പിന്നെ പുഴുങ്ങിയ മുട്ട സ്ലൈസ് ആക്കിയിട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പപ്പടം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ റൈത്തയും അച്ചാറും വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു ടെംപ്റ്റിംഗ് ബിരിയാണി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ചിക്കൻ പീസും മുട്ടയും മസാലയും പപ്പടം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല മസാല സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പൊ ഇതിൽ ഇവർക്ക് ബീഫിലും മട്ടണിലും ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞതാണ് ഇവരുടെ ഒരു ടിക്ക ബിരിയാണി. ഇത് ഇവരുടെ ഫിഷ് ടിക്ക ബിരിയാണിയാണ്. അപ്പൊ അതിങ്ങനെ കുടുക്കയിലാണ് സെർവ് ചെയ്യുന്നത്. അത് ദമ്മിട്ട് ഇവരുടെ റുമാലി റൊട്ടി വെച്ചിട്ടാണ് അത് മൂടി വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ റുമാലി റൊട്ടിയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് റൈസ് എടുത്ത് ഇടാം. ശരിക്കും ആ ഒരു ഫിഷ് ടിക്കയുടെ ആ ഒരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ട്. നല്ല മസാലയൊക്കെയുള്ള കിഡിലൻ ഫിഷ് ടിക്ക പീസസ് ആണ്. 3-4 വലിയ പീസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഫിഷ് ഒക്കെ നല്ല ഫ്രഷ് ഫിഷ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതൊരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല കിഡിലൻ ഫിഷ് ടിക്ക ബിരിയാണി. ആ പീസസിന്റെ ആ ഫ്രഷ്നെസ് ഒക്കെ ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ്. സാധാ സീ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു മണമോ ഒന്നുമില്ല. ഇനി നമുക്ക് ആ റുമാലി റൊട്ടിയും കൂട്ടി ആ ഫിഷ് ടിക്ക ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവർക്ക് ഇത് കൂടാതെ ചിക്കൻ ടിക്ക ബിരിയാണിയുടെയും ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അവസാനം പറഞ്ഞ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇവരുടെ കുടുക്ക ബിരിയാണി. അത് ബീഫിന്റെ ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. നല്ല അട്രാക്റ്റീവ് പ്രസന്റേഷൻ ആണ്. ഇതും ഒരു കുടുക്ക പോലത്തെ ഉള്ള ഒരു സംഗതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. നല്ലൊരു ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അതേപോലെ ഇവരുടെ എല്ലാ സ്പെഷ്യൽ ബിരിയാണീസിനും ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് റൈസ് എടുത്ത് ഇടാം. റൈസ് ഒക്കെ നല്ല ക്വാളിറ്റി റൈസ് ആണ് എല്ലാ ബിരിയാണിയിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഇതിൽ നല്ല വലിയ പീസുകൾ തന്നെ ഉണ്ട്. ബീഫിന്റെ 3-4 പീസസ് ഉണ്ട്. നല്ല സോഫ്റ്റ് ബീഫാണ്. നല്ല ചൂടുണ്ടായിരുന്നു ഇപ്പോൾ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ചൂടുള്ളത് കൊണ്ട് റുമാലി റൊട്ടി ആ ബീഫിന്റെ പീസും കൂട്ടി ഒന്ന് ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ബീഫ്. ഇനി നമുക്ക് ഇവരുടെ ആ റൈസും കൂട്ടി ഒന്നൊരു പിടിപിടിച്ച് നോക്കാം. ഒരു കിഡിലൻ ബിരിയാണി തന്നെയാണ്. അപ്പൊ ഇതിൽ ഇവർക്ക് ചിക്കനും മട്ടനും ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യമണ്ടൻ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ പിസ്സ, ബർഗർ, ഷവർമ, ഷവായി ഇതൊഴിച്ച് എല്ലാം ഇവിടെ കിട്ടും. അപ്പൊ മറ്റേത് തരം ഫുഡ് വേണമെങ്കിലും നല്ലൊരു ഹെൽത്തി ആൻഡ് ഹൈജീനിക് ആംബിയൻസിൽ വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ.